ശ്രീ സജീവ് ജോസഫ്. സർ, വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വന്ന ചകിരി സൊസൈറ്റികൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും പല കാലഘട്ടങ്ങളിലായി കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. സർ, ഇതിനെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പല നടപടികളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് എഫക്റ്റീവ് ആകുന്നില്ല. സർ, ഇത്തരത്തിലുള്ള സംഘങ്ങളെ, സ്ഥാപനങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നവസംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കുന്നു. യെസ് സാർ, ബഹുമാന്യ അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പരമ്പരാഗത വ്യവസായ മേഖല ഗൗരവമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് മറികടക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെ അത് മാറ്റി പുതിയ സംരംഭങ്ങളിലേക്ക് പോവുക എന്ന സർക്കാർ ഇപ്പോൾ കാണുന്നില്ല. പകരം എങ്ങനെ ഇതിനെ നമുക്ക് ആധുനിക കാലത്തിനനുസരിച്ച് പുതുക്കി പണിയാൻ കഴിയും, അതിനുവേണ്ടിയാണ് ഇപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തു, ഒരു വിദഗ്ധ സമിതിയെ വെച്ചു. അവർ ഇടക്കാല റിപ്പോർട്ട് കിട്ടി. ഇടക്കാല റിപ്പോർട്ടിനെ ആധാരമാക്കിയുള്ള നടപടികൾ ആരംഭിച്ചു. പുതിയ ഡിസൈൻ, അതിനുവേണ്ടി ഈ സൊസൈറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 50 മാസ്റ്റർ ഡിസൈനർമാർ, അവർക്ക് പ്രത്യേകമായിക്കൊണ്ടുള്ള ഒരു പരിശീലനം നൽകി ദിവസവും കൂലി നൽകിക്കൊണ്ട് തന്നെ ഈ മാസ്റ്റർ ട്രെയിനർമാർ ഇനി സൊസൈറ്റികളിൽ പോയി പുതിയ ഡിസൈനുകൾ, ഇപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നീഷായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ വരും, അതിന് നല്ല രീതിയിലുള്ള വിപണിയുണ്ട്. ഇപ്പോൾ മെസ്സി ചവിട്ടി ഇറങ്ങിയത് കേരളത്തിൽ നിന്നുള്ള കാർപ്പറ്റിലാണ്. അതോടൊപ്പം ഇൻ്റർനാഷണൽ ഡിസൈൻ മത്സരത്തിൽ സമ്മാനം കിട്ടിയതും കേരളത്തിൽ നിന്നുള്ള കയറിലെ ഡിസൈനാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഡിസൈനുകൾ അഭിരുചികൾക്കനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുമെന്ന പ്രവർത്തനങ്ങളിൽ സർക്കാർ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ മേഖല മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്.